1684 വരെ അവിടെ ജൈനമത വിശ്വാസികൾ അവിടെ വിശേഷിപ്പിച്ചിരുന്നത് ഹെന്നരഡു വീതി എന്നാണ്. ഹെന്നരഡു വീതി എന്ന് പറഞ്ഞാൽ 12 വീതികൾ. അതായിരുന്നു ഈ പറയുന്ന ഗണപതി പക്ഷത്തിന് മുമ്പ് അവിടെ ഉപയോഗിച്ചിരുന്ന പേരുകൾ. അപ്പോൾ നമ്മൾ പേരുമാറ്റങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ദ്രാവിഡ സംസ്കാരത്തിന്റെയും ജൈന സംസ്കാരത്തിന്റെയും ഒരുപാട് പിന്നെ ശേഷിപ്പുകളുടെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ പിന്നെ ചികഞ്ഞ് മാന്തി പരിശോധിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 21ാം നൂറ്റാണ്ടിൽ ഒരു വർത്തമാനകാല സമൂഹത്തിന്, ഒരു ശാസ്ത്ര അഭിരുചിയോട് മുന്നോട്ട് വന്ന സമൂഹത്തിന് നമ്മൾ നൂറ്റാണ്ടുകളിലേക്ക് ഈ പറയുന്ന നൂറ്റാണ്ടുകളുടെ ശവകുടീരങ്ങൾ പിന്നെ നമ്മൾ മാന്തി നോക്കി, തുറന്നു നോക്കി, അതിലേക്ക് പോയി പഴയ ജീർണിച്ച ആ സാമൂഹ്യ വ്യവസ്ഥിതിയെയും ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവ് പറഞ്ഞപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇനി ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്തതാണോ അദ്ദേഹത്തിന് അയോഗ്യത എന്നുകൂടി ഞാൻ ഇവിടെ സംശയിച്ചു പോവുകയാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിന്ന ഒരു ചരിത്രമാണല്ലോ ഇവിടെ പിന്നെ സംഘപരിവാറിന്റെ ഒക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ടിപ്പു സുൽത്താന്റെ അയോഗ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ടും വൈദേശിക ശക്തികളുമായിട്ടും ഒരു കോംപ്രമൈസും ചെയ്യാതെ അവസാനം മരിച്ചു വീഴോളം വരെ ഒരു ധീര പിന്നെ രാജ്യസ്നേഹി എന്ന് തന്നെയാണ്, ദേശസ്നേഹി തന്നെ എന്നാണ്. നല്ല വിശേഷണമാണ് ശ്രീ റോണിക്ക് ബേബി. എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും അത് അങ്ങോട്ട് യോജിക്കുന്നില്ലോ. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തച്ചു തകർത്ത് ഈ സുൽത്താൻ ബത്തേരിന്റെ പേരെങ്ങനെയാണ് വന്നത്? അവിടെ ഉണ്ടായിരുന്ന ജൈന ക്ഷേത്രം ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ആയുധപ്പുരയാക്കി ആ ചരിത്രം മുന്നിൽ കണ്ടാണ്, ആ ചരിത്രം പഠിച്ചാണ് ബ്രിട്ടീഷുകാർ ആ പേര് പോലും നൽകിയത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം. കാരണം നമ്മുടെ ടിപ്പു സുൽത്താൻ പടയോട്ടവുമായിട്ട് കടന്നു വരുന്ന സമയത്ത് അവിടെ ജൈനമതമില്ല. അവിടെ ജൈനമതത്തിന് ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു അമ്പലം വിട്ടു. അവിടെയാണ് ഈ പറഞ്ഞ ജൈന ക്ഷേത്രം, അവിടെയാണ് അദ്ദേഹത്തിന്റെ ആയുധപ്പുരയായി അതൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം അവിടെ വന്ന ബ്രിട്ടീഷുകാരാണ് അതിനെ സുൽത്താൻസ് ബാറ്ററി അല്ലെങ്കിൽ സുൽത്താന്റെ അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ ആയുധ ശേഖരം എന്ന അർത്ഥം വരുന്ന സ്ഥലമായിട്ട് ഉപയോഗിച്ചത്. അല്ലാതെ ടിപ്പു സുൽത്താന്റെ ഒരു ഔദ്യോഗിക രേഖകളിലും ടിപ്പു സുൽത്താന്റെ മൈസൂർ ഭരണകൂടത്തിന്റെ ഒരു ഔദ്യോഗിക രേഖകളിലും ഇത് സുൽത്താൻസ് ബാറ്ററി എന്നോ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയോ എന്നോ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം നമുക്ക് ഈ പറയുന്ന ടിപ്പു സുൽത്താന്റെ തലസ്ഥാനം തന്നെ അദ്ദേഹത്തിന് എന്താ ശ്രീരംഗപട്ടണം, നമ്മൾ തന്നെ എത്രയോ സെക്കുലർ ആയിട്ടുള്ള എത്രയോ പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പേരാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാനം. നമ്മളൊക്കെ പോയി കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാവേരി നദി 4 ചുറ്റും അതിരുകൾ തീർക്കുന്നത്. കാവേരി പോലും പേര് മാറ്റിയോ? കാവേരി നദിയുടെ ഹൃദയ ഭൂമിയില് 4 ചുറ്റും അതിര് തീർക്കുന്ന ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ വേണമെങ്കിൽ അത് സുൽത്താൻസ് പിന്നെ ബാറ്ററി എന്നോ അല്ലെ സുൽത്താന്റെ എന്തെങ്കിലും അധികാര കേന്ദ്രമെന്നോ അദ്ദേഹത്തിന്. അദ്ദേഹം പേര് മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ശ്രീ റോണിക്ക്. കോഴിക്കോടിന്റെ പേരൊക്കെ ഇസ്ലാമാബാദ് മാറ്റണം എന്നൊക്കെ അദ്ദേഹം ശ്രമിച്ച ചരിത്രരേഖകളൊക്കെ. അത് നിൽക്കട്ടെ, പേരുമാറ്റത്തിൽ കോൺഗ്രസും ഒട്ടും നിഷ്പക്ഷരായിരുന്നില്ല. അങ്ങ് മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി സഖ്യകക്ഷിയായിരുന്നു ഭരിക്കുമ്പോഴൊക്കെ അവിടെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോഴൊന്നും കോൺഗ്രസിന് എതിർപ്പൊന്നും കണ്ടിരുന്നില്ല. ഇല്ല, അന്ന് ഈ ഉദ്ധവ് താക്കറെയുടെ സർക്കാർ ആ പ്രപ്പോസ് വന്നപ്പോൾ കോൺഗ്രസ് അതിനെ ശക്തമായിട്ട് എതിർത്തതാണ്. ഔറംഗാബാദിന്റെ പേര് മാറ്റുവാനുള്ള നിർദ്ദേശത്തെ കോൺഗ്രസ് ഒരു തരത്തിലും അതിനെ പിന്നെ അംഗീകരിച്ചിട്ടില്ല. അത് ആ ഉത്തരവ് പോലും നിലയിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരിക്കലും പിന്നെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ പേര് ട്രിവാൻഡ്രത്തിന്റെ പേര് തിരുവനന്തപുരം എന്ന് മാറ്റിയിരുന്നോ, അല്ലെ കൊച്ചിന്റെ പേര് കൊച്ചി എന്നായിരുന്നോ, അല്ലെങ്കിൽ തൃശ്ശൂർ പേര് ആക്കി മാറ്റിയിരുന്നോ? അതുപോലെ അല്ലല്ലോ. അതുപോലെ ഒരു നിഷ്കളങ്കമായ ഒന്നല്ലല്ലോ ഈ പറഞ്ഞ സുൽത്താൻ. ഒരു വർഗീയ അജണ്ടയുണ്ട്. അതൊരു അങ്ങനെയെങ്കിലും ഒറ്റ കാര്യം കൂടി, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് തൃശ്ശൂർ പേരൂർ റെയിൽവേ സ്റ്റേഷൻ ആക്കി മാറ്റിയത് ആരാണ്? അല്ല, അത് ഞങ്ങൾ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു ആംഗ്ലേയ നാമത്തിൽ അതിൽ വർഗീയ അജണ്ടയൊന്നുമില്ല. സുരേന്ദ്രൻ പറയുമ്പോൾ മാത്രം എങ്ങനെയാണ് അതിലൊരു വർഗീയ അജണ്ട വരിക?